അപ്പോൾ കൊച്ചിയിൽ നിന്നും കഴിഞ്ഞ തിങ്കളാഴ്ച യാത്ര തുടങ്ങിയിട്ട് ഇന്ന് തിങ്കളാഴ്ച അല്ലേ, ഇന്നത്തേക്ക് ഒരാഴ്ചയായി. ഇതാ വണ്ടി. നമ്മളിപ്പോൾ എവിടെയെന്നറിയോ? നമ്മളിപ്പോൾ നിൽക്കുന്നത് നേപ്പാളിലാണ്. നേപ്പാളിൽ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം രാസ്ത കിധർ ജാത്തെ? അപ്പം നമ്മൾ ഇതാ ടൂറിസ്റ്റ് ബസ്സുകൾ നമ്മുടെ യു പി വണ്ടിയാണ്, ഉത്തർപ്രദേശിൻ്റെ വണ്ടിയാണ് പോയത്. ഇത് ഇവിടുത്തെ ഹൈവേ ആണ് കേട്ടോ. ഇവിടെ ഇതൊക്കെ നെൽപ്പാടങ്ങളാണ്, കൃഷി. ഇവിടെ നമ്മളൊരു ചെറിയൊരു കട കണ്ടപ്പോഴത്തേനും അവിടെ ഒരു കട്ടൻ ചായ ഉണ്ട്, പാലില്ല. അപ്പോൾ ഒരു കട്ടൻ ചായ കുടിച്ച് നേപ്പാളിൽ നിന്ന് ഇന്ന് തന്നെ തിരിച്ചു പോകണം. നാളെ ഇവിടെ ഇലക്ഷൻ തുടങ്ങുന്നതുകൊണ്ട് ബോർഡർ അടയ്ക്കും. അപ്പോൾ ഇന്ന് തന്നെ തിരിച്ചു പോകും. അപ്പോൾ നമ്മളിപ്പോൾ നേപ്പാളിലാണുള്ളത്. അപ്പോൾ 1-2 അടുത്ത് കുറച്ച് സ്ഥലങ്ങളുണ്ട്, അതൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും പല്ല് തേക്കുവാണ്. പല്ലൊക്കെ തേച്ച് കട്ടനൊക്കെ കുടിച്ചിട്ട് നൈസായിട്ട് ഇവിടെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ കണ്ടിട്ട് ഇന്ന് തന്നെ പോകണം. ഇന്ന് രാത്രി 10 മണിക്ക് ബോർഡർ അടയ്ക്കും. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ചെല്ലണം. ഒറ്റ ദിവസമുള്ളൂ. ഓക്കെ, അപ്പോൾ ടാറ്റ ബൈ ബൈ, ബാക്കി കാണാം. നേപ്പാള് ഈ കാണുന്നതൊക്കെ നേപ്പാളിൻ്റെ ലുംബിനി എന്ന് പറഞ്ഞ ഗ്രാമം. നമ്മൾ മറ്റ് സ്ഥലങ്ങളിലേക്കൊന്നും അധികം പോയിട്ടില്ല. നമ്മൾ കാഠ്മണ്ഡു, ഇപ്പോൾ ഇതാണ് നമ്മൾ ബോർഡറിൽ നിന്ന് കയറി വരുമ്പോൾ ഉള്ള ആദ്യത്തെ ഒരു ഗ്രാമമാണിത്. നമ്മൾ സൊനോലി ബോർഡർ വഴിയാണ് എൻ്റർ ചെയ്തത്. അപ്പോൾ സൊനോലി ബോർഡർ വഴി എൻ്റർ ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന ഒരു ഗ്രാമമാണിത്. ഇത് ലുംബിനിയാണ്. വളരെ മനോഹരമാണ് കേട്ടോ നേപ്പാൾ. ഇവിടെ തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം തണുപ്പുള്ളൊരു ഏരിയയാണ്, നല്ല തണുപ്പുണ്ട്. ഇപ്പം സമയം ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 9 മണി കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴും നല്ല തണുപ്പുണ്ട്. ഇത് വയലുകളാണ്, ചോളമുണ്ട്, നെല്ലുണ്ട്, വയലുകളാണ് ഈ കാണുന്നത്. ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് കുറച്ച് അമ്പലങ്ങളുണ്ട് അവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. അപ്പോൾ അവിടെ കുറച്ച് അമ്പലങ്ങൾ സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ കൂടുതലും ഈ റിക്ഷയാണ്. ഇവിടെ കൂടുതലും ആളുകൾ കൃഷി തന്നെയാണ് ആശ്രയിക്കുന്നതെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ കാണാത്ത കുറേ വാഹനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ, ഇലക്ട്രിക് കാറുകൾ. നമ്മുടെ നാട്ടിലില്ലാത്ത പുതിയ ടൈപ്പ് കുറേ ബ്രാൻഡുകൾ ഇവിടെ ഞങ്ങൾ കണ്ടു. നീറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബ്രാൻഡൊക്കെ ഉണ്ട്. നമ്മുടെ BYD പോലെയൊക്കെ തോന്നിക്കും. അങ്ങനെ ഇലക്ട്രിക് കാറുകളാണ് ഇവിടെയും കൂടുതലെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ ഡീസലിന് ഇന്ത്യൻ മണി 88 രൂപയാണ്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ഡീസൽ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ പെട്രോളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അവിടുത്തെ അവരുടെ വീടുകളാണ് ഇരു സൈഡിലും കാണുന്നത്. ഈ ഗ്രാമത്തിൻ്റെ പേര് ലുംബിനി എന്നാണ്. നമ്മളിപ്പോൾ പോകുന്നത് ലുംബിനി ഗ്രാമത്തിൽ കുറേ അമ്പലങ്ങളുണ്ട്. ഇവിടെ കൂടുതലും അമ്പലങ്ങളാണ്. ആ കാണുന്നതൊക്കെ അമ്പലങ്ങളാണ്. ഈ അമ്പലങ്ങൾ സന്ദർശിക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. നേപ്പാളിൽ ലുംബിനി ആണ് സ്ഥലം. കാണുന്നതൊക്കെ അമ്പലങ്ങളാണ് കേട്ടോ. അപ്പം നമ്മൾ നേരെ പോവുക. അവിടെ ചെന്ന് നമ്മൾ ഫ്രഷപ്പ് ആവണം. അപ്പോൾ അതിനുള്ളൊരു സ്ഥലങ്ങളൊക്കെ തപ്പി പോവുകയാണ്. നമ്മൾ അമ്പലത്തിൽ ചെല്ലുന്നതിന് മുമ്പ് ഫ്രഷപ്പായിട്ട് വേണം അമ്പലത്തിലേക്ക് കയറാൻ. അമ്പലങ്ങൾ ഒത്തിരി ഉണ്ട്. ഇത് നേപ്പാളെന്ന് പറഞ്ഞാൽ തന്നെ അമ്പലങ്ങളുടെ ഒരു രാജ്യമാണ് ശരിക്കും. ഇത് ഫോറിനേഴ്സ്, യൂറോപ്പിൽ നിന്ന് വന്ന ഒരു വലിയൊരു ഗ്യാങ്ങാണ്. അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ യൂറോപ്പിലെ 28 രാജ്യങ്ങളിൽ നിന്നും ആൾക്കാരുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അവർ നേപ്പാളിൽ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുകയാണ്. അവരപ്പോൾ ആദ്യം തന്നെ ലുംബിനിയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെന്നും പറഞ്ഞു. ഇന്ന് അവരെത്തിയുള്ളൂ. ലുംബിനിയിൽ നിന്ന് അവർ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇതിനകത്ത് കയറണമെങ്കിൽ നേപ്പാൾ പൈസ ഒരാൾക്ക് 80 രൂപയാണ് ചാർജ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമ്മൾ ഇതിനകത്ത് കയറിയതിന് ശേഷം നമ്മൾ പറയുന്നതാണ്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.